നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കടലക്കറീൻ്റെ റെസിപ്പിയാണ്. പുട്ടിനും അപ്പത്തിനും അതുപോലെ ഇടിയപ്പത്തിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കടല ഞാൻ 1 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. തലേന്ന് രാത്രി കുതിർത്ത് വെച്ചാൽ കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ ഇത് കുതിർന്ന് കിട്ടണേ. എന്നാൽ മാത്രമേ നമ്മൾ കടലക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കടല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് മാറ്റാം. ഒരു സവാള, പിന്നെ പച്ചമുളക് ഒരു 3-4 എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിൽ ചതച്ചിട്ടൊന്ന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി നമ്മൾ ഇതിലേക്ക് അങ്ങ് ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ച് കൊണ്ടുവരാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കടല വേവുന്ന സമയം നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് പെരിഞ്ജീരകം, ഏലക്ക, ഗ്രാമ്പു, പട്ട ഇതൊക്കെ നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒന്നും അളവ് കൂടരുത് കേട്ടോ. അപ്പോൾ ഭയങ്കര കയ്പ്പ് രസമായിരിക്കും. ഏലക്ക, പട്ടയെല്ലാം 1-2 പീസ് മാത്രം എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പൊടികൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മതിയാകും. പിന്നെ എരിവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം. മഞ്ഞൾപ്പൊടി ഈ ഒരു സമയത്താണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ കടല നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കടല നോക്കുമ്പോൾ ഇതുപോലെ നമ്മൾ നല്ല ഇതായിട്ട് വരണം, നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. എന്നാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ കടലയിൽ നിന്ന് ഞാൻ ഒരു ഏകദേശം 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും. പിന്നെ ഞാൻ ഇത് ചട്ടിയിലാണ് വെക്കുന്നത്. കുക്കറിൽ നിന്ന് ഡയറക്റ്റ് ഞങ്ങൾ ചട്ടിയിലേക്ക് അങ്ങ് മാറ്റിയിട്ടുണ്ട്. പിന്നെ അരച്ചുകൊണ്ട് വന്നതും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നല്ല ലൂസായിട്ടാണ് ഈ ഒരു സമയത്ത് ഞാൻ ചെയ്തെടുക്കുന്നത്. പിന്നെ നല്ലപോലെ തന്നെ ഒന്ന് കുറുകി വരും ഇത് കേട്ടോ. ഒരു 10 മിനിറ്റ് എങ്ങനെയായാലും നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കണം. ഏതൊരു കറി ആയാലും ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ തിളച്ച് കുറുകി വരുമ്പോഴാണ് ആ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടി ഇനി വേണമെങ്കിൽ എരിവൊക്കെ വേണമെങ്കിൽ ലാസ്റ്റ് വറുത്തിടുന്ന സമയത്ത് ചേർത്താൽ മതി. ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലെ വറവിനാട്ടോ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ്. നല്ലോണം വെളിച്ചെണ്ണ എടുക്കണം. അതിൽ കടുക്, കറിവേപ്പില, വറ്റൽമുളക്, അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി നല്ലോണം മൂപ്പിക്കുക. പിന്നെ കുറച്ച് തേങ്ങാക്കൂത്തും കൂടിയും ചേർത്തിട്ടാണ് ഇത് വറുത്തിടുന്നത്. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ചട്ടിയിൽ തന്നെ ഇതൊന്ന് കുറുകി വരും. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു കടലേൻ്റെ കൂടെ നമ്മൾ തേങ്ങാക്കൂത്തൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പുട്ടിനാണ് നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇടിയപ്പത്തിനായാലും ഒക്കെ നല്ല രുചി തന്നെയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.